നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയാണ് പുതിയതായിട്ട് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ദിവസമേ ഉള്ളൂ, ഓർത്തിരിക്കുക. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് 9/5/2025 ക്ലോസ് ചെയ്യുന്നത് 29/5/2025 ഓർത്തിരിക്കുക. അപ്പോൾ പെട്ടെന്നാണ് ക്ലോസ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. സർക്കിൾ ബേസ്ഡ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഫസ്റ്റ് നോക്കാൻ നമുക്ക് കേരളത്തിലെ തിരുവനന്തപുരമാണ് നമ്മുടെ വരുന്ന സെൻറ്റർ. അപ്പോൾ തിരുവനന്തപുരത്തിന് ബേസ് ചെയ്ത് സർക്കിളിൽ വരുന്ന എത്ര പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത് നോക്കാം. SC കാൻഡിഡേറ്റിന് 13 വേക്കൻസി, STക്ക് 16 വേക്കൻസി, അതുപോലെ തന്നെ OBCക്ക് 24 വേക്കൻസി, WSന് 9 വേക്കൻസി, ജനറൽ കാൻഡിഡേറ്റിന് 38 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 90 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം സെൻറ്ററായിട്ടുള്ള കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സിന് ഒരു സർക്കിളിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒന്നിൽ കൂടുതൽ സർക്കിളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നോക്കാം. ഇനി ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് ഒക്കെ നോക്കാം. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ നോക്കാം. ഏതെങ്കിലും ഒരു ബിരുദം ഉള്ളവർക്കിലേക്ക്, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉള്ളവർക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ നിർത്തിക്കുക. അതോടൊപ്പം തന്നെ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതുപോലെ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ഇതൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിനാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. പൊസിഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/5/1995 30/4/2004 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓർത്തിരിക്കുക. 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30/4/2025 ഇനി ഏജ് റിലാക്സേഷൻ നോക്കുകയാണെങ്കിൽ SC/ST കാൻഡിഡേറ്റിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും, OBC കാൻഡിഡേറ്റിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും, PWD ജനറൽ കാൻഡിഡേറ്റ് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് ഇവർ പറയുന്നത്. പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം. ഇനി സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊരു ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. 120 മാർക്കിനായിരിക്കും ഓൺലൈൻ ടെസ്റ്റ് വരുന്നതെന്ന് ഓർത്തിരിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് 50 മാർക്കിനാണെന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നോക്കാം. അതായത് OMR ബേസ്ഡ് എക്സാം 2 മണിക്കൂറാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഓർത്തിരിക്കുക. 4 സെക്ഷൻ ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ബാങ്കിങ് നോളജ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. അപ്പം ഇതാണ് 2 മണിക്കൂറിലെ OMR ബേസ്ഡ് എക്സാം. പിന്നീട് വന്നിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ് ടൈം ഉള്ളത്. അവിടെ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയാണ്, ലെറ്റർ റൈറ്റിംഗ്, അതുപോലെ essay ആണ് എഴുതേണ്ടതെന്ന് ഓർത്തിരിക്കുക. ടോട്ടൽ 50 മാർക്കിനാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ പറയുന്നുണ്ട് പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ്. അപ്പോൾ പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് മാർക്ക് ഇൻ ഒബ്ജക്റ്റ്, അതായത് OMR ബേസ്ഡ് എക്സാമിന് പെനാൽറ്റി ഇല്ല എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണെന്ന് ഓർത്തിരിക്കുക. സോ പിന്നീട് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. സ്ക്രീൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നീട് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂവിന് 50 മാർക്കിനായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഒരു ലോങ് ലാംഗ്വേജ് പ്രൊഫഷൻ, അതായത് മലയാളമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, സോ കേരളത്തിലുള്ളവർക്ക് മലയാളത്തിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് നോക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ സാലറി എത്രയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് നമുക്ക് 48,480 പെർ മന്ത് നമുക്ക് കിട്ടുന്ന സാലറി. അപ്പോൾ ആ സാലറിയുടെ ഓരോ സിറ്റീസിനെ ബേസ് ചെയ്തിട്ടും ഓരോ സർക്കിളിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ സാലറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജസ്റ്റ് മാറുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ ജനറൽ, EWS, OBC കാൻഡിഡേറ്റിന് 750 രൂപയും, SC/ST, PWD കാൻഡിഡേറ്റിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ലെന്ന് ഓർത്തിരിക്കുക. അതേപോലെ നെക്സ്റ്റ് നോക്കേണ്ടത് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്, അതായത് SC/ST, OBC, PWD കാൻഡിഡേറ്റിന് ഫ്രീ ആയിട്ട് ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം കേരളത്തിൽ എവിടെയൊക്കെയാണ് എക്സാം സെൻറ്റർ വരുന്നത് നോക്കാം. കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴ, അതുപോലെ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്നത്. ഇനി എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഡയമെൻഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ലൈവായിട്ടുള്ള ഫോട്ടോ ക്യാപ്ചറും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ്റെയും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, അതായത് ഒരു വൈറ്റ് പേപ്പറിൽ പറയുന്നുണ്ട്, വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക് കൊണ്ട്, കറുത്ത മഷി പേന കൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ. ആ എഴുതേണ്ട സെൻറ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ I തൊട്ട് വെൻ റിക്വേർഡ് വരെ ഇത്രയും നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് വെച്ച് പേന വെച്ച് വേണം എഴുതാൻ എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് 29/5/2025 വിളിച്ചിരിക്കുന്നത് സർക്കിൾ ബേസ്ഡ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ജോബ്സ് ഒക്കെ വരാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.